ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ പല വിഷയങ്ങളിലും സമകാലിക പ്രശസ്തിയുള്ള പല വിഷയങ്ങളിലും ഞാൻ സംസാരിക്കുന്നുണ്ട്. അതെൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇന്നെനിക്ക് പറയാനുള്ളത്, ഡോക്ടർ റോബിൻ എന്ന ഒരു വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തു, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വീഡിയോസ് ചെയ്തു. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ഡോക്ടർ റോബിനെയാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഒന്നും ഇട്ട് അദ്ദേഹം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് പേരുടെയൊക്കെ ആൾക്കാരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവരൊന്നും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ആക്കി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം താങ്കളുടെ വീഡിയോസൊക്കെ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. താങ്കൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ താങ്കളുടെ സപ്പോർട്ടറാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, പവർ എവർ എന്ന് പറയുന്ന ചാനൽ, അതേപോലെ ഒക്കെയുള്ള കുറച്ച് ചാനലും എല്ലാം ഉണ്ട്. അത് താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം അവരുടെ ലൈവിലും താങ്കൾ വന്നിരുന്നു. പക്ഷേങ്കിൽ ആ ആൾക്കാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഡോക്ടർ റോബിൻ അറിയുന്നുണ്ടായിരിക്കത്തില്ല. വളരെ മോശം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലുള്ള സകല ആൾക്കാരെയും, സകല യൂട്യൂബിൽ ലൈവ് നടത്തുന്ന ആൾക്കാരെയും, അവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുന്ന ആൾക്കാരെയും എല്ലാം വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓരോ വീഡിയോസും എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നെ പോലും ഈ മനുഷ്യൻ പറയുന്ന തെറികളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളാരും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം ഡോക്ടർ റോബിൻ, ഇതൊക്കെ ഒന്ന് അറിയണം, അവരെ ഒന്ന് വാൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല. ഞാൻ ഒരു രീതിയിലും ഒന്നും എനിക്ക് ഡോക്ടർ റോബിനോട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഒന്ന് മനസ്സിലാക്കുക ദൈവത്തെ ഓർത്ത്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, വളരെ മോശം കാര്യങ്ങളാണ് യൂട്യൂബിൽ ഡോക്ടർ റോബിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപറ്റ ആൾക്കാർ അവരാണ് ഡോക്ടർ റോബിൻ്റെ സപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് ലൈവ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഡോക്ടർ റോബിൻ എന്നുള്ള ഒരു ആളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് തന്നെ ആയതുകൊണ്ട് ആ ലൈവിൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ലൈവ് നടത്തുന്ന ആളിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മോശം കാര്യങ്ങൾ അനുഭവപ്പെട്ടത് കൊണ്ടും, അതേപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി കുറച്ച് മോശം കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നതുകൊണ്ടും നമ്മൾ അതിനകത്ത് ഒഴിഞ്ഞു നിന്ന സമയത്ത് അവിടെ കമൻ്റ് ഇടുന്നവരും അദ്ദേഹം സ്വയവും നമ്മളെപ്പറ്റി വളരെ മോശം കാര്യങ്ങൾ പറയുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ മറുപടിയൊക്കെ ഞാൻ എൻ്റെ ലൈവിലൂടെ, എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇല്ലാതെ ഞാനൊരു ഉപദ്രവങ്ങളോ ഒന്നും ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ആ ഭാഗത്തു നിന്ന് എപ്പോഴും ഇങ്ങോട്ട് ഉപദ്രവങ്ങളും കാര്യങ്ങളും കുത്തുവാക്കുകളും ആവശ്യമില്ലാത്ത പരാമർശങ്ങളും ഒക്കെ നമുക്കെതിരെ വരുമ്പം ഒരുപാടാകുമ്പോൾ നമുക്ക് സഹിച്ചു കൊള്ളണമെന്നിരിക്കത്തില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് അവിടെ 40 പേര് അവരുടെ കൂടെ, അപ്പോൾ ഇത്രയും പേരുടെ അറ്റാക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സഹിക്കേണ്ടി വരുമ്പം എനിക്ക് എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പം അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ ലൈവും വീഡിയോസും മാത്രമേ ഉള്ളൂ ഒരു ശരണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ അവരുപയോഗിക്കുന്ന പോലെ അഭദ്രമായിട്ടുള്ള വാക്കുകളോ മോശപ്പെട്ട തെറിയോ മോശം വാക്കുകളോ ഒന്നും ഉപയോഗിച്ച് എങ്ങും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അതിൻ്റെ ചാനൽ നോക്കി അറിയാവുന്നതുമാണ്. അപ്പോൾ ഡോക്ടർ റോബിനോട് എനിക്കൊരു റിക്വസ്റ്റാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ താങ്കൾ അറിയുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് വാൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് സഹി കെട്ടതുകൊണ്ടാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരു മനുഷ്യൻ കേൾക്കുന്നതിനും കാണുന്നതിനും ഒക്കെ ഒരു ലിമിറ്റുണ്ട്. താങ്കൾക്ക് എന്നെ അറിയുക പോലും ഉണ്ടാകത്തില്ല. ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ചെറിയ ചാനലാണ്, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സാണുള്ളത്. താങ്കൾ എന്നെ അറിയാനായിട്ട് യാതൊരു ചാൻസും ഉണ്ടായിരിക്കത്തില്ല. എന്നെ അറിയണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും പ്രതീക്ഷിച്ചിട്ടോ അല്ല ഞാൻ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷേങ്കിൽ താങ്കൾ ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെ എല്ലാവരെയും ഈ പവർ എവർ എന്ന് പറയുന്ന ചാനലും ഒക്കെ കൂടിയിട്ട് ഹേറ്ററാക്കി വെക്കുക, അവരെയൊക്കെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാതെയാണ് ഡോക്ടർ റോബിൻ അവരുടെ ലൈവിലേക്ക് ചെന്നതും അവിടെ അവരുമായിട്ട് സംസാരിച്ചതും ഒക്കെ. അതിലൂടെ ഞങ്ങളെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഡോക്ടർ റോബിൻ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, മറ്റു പല കാര്യങ്ങളും അറിയുന്നുകൊണ്ടായിരിക്കത്തില്ല, അങ്ങനെയൊക്കെ പറ്റിപ്പോയതാവാം. പക്ഷേ അതൊക്കെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേർക്ക്, എനിക്ക് എന്തായാലും ഒരുപാട് വിഷമമുണ്ടായ കാര്യമാണ്. അപ്പോൾ എന്നോട് ഡോക്ടർ റോബിന് കാണിക്കാവുന്ന ഒരു നീതി ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഈ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുക, അവരോട്
ഇങ്ങനെ ചെയ്യാതിരിക്കാനായിട്ടൊന്ന് പറയുക. അത്ര ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്. കാരണം നിരന്തരമായിട്ട് നമ്മൾക്കെതിരെ മോശം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പടച്ചു വിടുകയും എന്നും കമൻറ്റിലൂടെയും ഒക്കെ വളരെ മോശം ഭാഷ ഉപയോഗിച്ചും മോശം പേരിലും ഇരട്ട പേര് എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള ഇരട്ട പേരുകളും മോശം ഭാഷകളിലൂടെയും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒന്ന് ശ്രദ്ധിക്കുക, യൂട്യൂബിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് അവെയർ ആകുക, ഒന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഡോക്ടർ റോബിന് എന്നോട് കാണിക്കാനായിട്ടുള്ള ഒരു നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ സഹി കെട്ടിട്ടാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഈ വീഡിയോയിലൂടെ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ റോബിൻ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പറയുക. അവരാണ് പ്രൊവോക്ക് ചെയ്യുന്നതും അവരാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അവരാണ് സകല കാര്യങ്ങളും ചെയ്യുന്നതും. എന്നിട്ട് നമ്മളെ അറ്റാക്കാണ്. അപ്പോൾ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവിടെ വന്നു മര്യാദയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നല്ലാതെ ആരെ ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ചില തെറ്റുകൾ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ആക്രമണങ്ങളും മോശം വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. ഡോക്ടർ റോബിനും ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. ഒരുപാട് മോശം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വിഷമം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്. അപ്പം ഞാനൊരു സ്ത്രീയാണ്. എനിക്കും വിഷമങ്ങളുണ്ട്, എനിക്കും പ്രയാസങ്ങളുണ്ടാകും. ഒരുപാട് തെറിയും വൃത്തികേടും ഒക്കെ എന്നെ പറയുന്ന കേൾക്കുമ്പം എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം തിരിച്ചെനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല എന്ന് വിചാരിച്ചിട്ട് നിരന്തരം ഇങ്ങനെ ആക്രമണങ്ങളും മോശം വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ തകർക്കാനും വിഷമിപ്പിക്കാനും ശ്രമിക്കുമ്പം അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, പ്ലീസ് ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കുക. ആരെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ എന്ന് പറയുക. ഇതൊരു റിക്വസ്റ്റായിട്ട് കരുതുക. ഇതെനിക്ക് ഡോക്ടർ റോബിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇതൊരു റിക്വസ്റ്റായിട്ട് കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മേലിൽ ഇനിയും അവർ ഉപദ്രവിക്കാൻ വരരുത്. സ്വന്തം കാര്യം നോക്കി സ്വന്തം ചാനലുമായിട്ട് പോവുക എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഡോക്ടർ റോബിൻ ഒരു കാര്യം അറിയാതെയാണ് അവരുടെ ചാനലിൽ പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഇത് പറയേണ്ടി വരുന്നത്. അപ്പം എവിടെ വേണേലും ഡോക്ടർ റോബിന് പോകുകയോ വരികയോ ഒക്കെ ചെയ്യാം. പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും അറിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിരുന്നു. എന്തായാലും അവരെ ഒന്ന് വാൺ ചെയ്യുക, അല്ലെങ്കിൽ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെയൊന്നും ഉപദ്രവിക്കരുതെന്ന്. ഞാൻ അവരെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും അങ്ങോട്ട് ചെന്നിട്ട് ഉപദ്രവിക്കാനായിട്ട് ചെന്നിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പം അതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാന്യമായ ഭാഷ തന്നെയാണ്. അത് ആരോട് ചോദിച്ചാലും അവരൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. എനിക്ക് താങ്കളെ കോൺടാക്റ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കി പറയുകയാണ്. എല്ലാത്തിനും ഒരു ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.